ഇത് ഒരേ ഗ്രാമത്തിൽ ചേർന്ന കഥയാണ്. അവിടെയുള്ള പ്രേതം രാത്രി ചുടുകാട്ട് നിന്ന് മീൻ വിൽക്കാൻ വേണ്ടി വരും. മീന് വിൽക്കുന്ന പ്രേതം അവിടെ മീന് വാങ്ങാൻ വേണ്ടിയല്ല അവർ പറയുന്നത്. അവരെ പേടിപ്പിച്ച് തന്നെയാണ് മീൻ വിൽപ്പിക്കുന്നത്. മീന് വാങ്ങിക്കൂ, മീന്, കയപ്പുള്ള മീന്, നല്ല വിഷമുള്ള മീന്. കഴിക്കുന്നവർക്ക് ഉടനെ സ്വർഗത്തിലേക്ക് പോകാം, കഴിക്കാത്തവർക്കും സ്വർഗത്തിലേക്ക് പോകാം. ഈ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും നിങ്ങൾ ഈ മീന് വാങ്ങിയേ പറ്റൂ. വാങ്ങിക്കൂ, മീന് വാങ്ങിക്കൂ. ഇവരൊന്നും ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല. പ്രേതം വാശി പിടിച്ച് തന്നെ കമലന്റെ വീട്ടിലെത്തി കതവ് തട്ടാനും തുടങ്ങി. കമല ആ വീട്ടിന്റെ കതവ് തുറന്നു. അപ്പോഴവൾ പ്രേതത്തിനെ കണ്ട് അവൾ വല്ലാതെ പേടിച്ചു. ഞാൻ പ്രേതം മീൻകാരി മീൻ വിൽക്കാൻ വന്നിരിക്കുന്നു. പ്രേതം, എനിക്ക് മീനൊന്നും വേണ്ട. കമല, ഞാൻ ആരുടെ വീട്ടിലേക്കാണോ പോകുന്നത് അവിടെ മീന് വിട്ടിട്ടേ വരൂ. ഇവിടെ നോക്കൂ പ്രേതം, ഞാനൊരു വെജിറ്റേറിയൻ ആണ്. ഞാൻ മീനൊന്നും കഴിക്കില്ല. പക്ഷേ ഞാൻ നോൺ വെജ് ആണ്. പറയൂ, ഏത് മീനാണ് വേണ്ടത്? മുള്ളുമീനോ അതോ വിഷമുള്ള മീനോ? ആ ശരി ശരി, ഞാൻ മീന് വാങ്ങിക്കൊള്ളാം. നിങ്ങൾ 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 ഇവിടുന്ന് പോകുമല്ലോ? ആ, ഞാൻ പോയിക്കൊള്ളാം, നിന്റെ ജീവൻ എടുക്കാതെ. അപ്പൊ ശരി, 1 കിലോ മീന് തരൂ. ഇതാ കമല അനിയത്തി, നീ ചോദിച്ച 1 കിലോ മുള്ളുമീന്. എത്ര രൂപയാണ് വേണ്ടത്? പണമൊന്നും വേണ്ട, എനിക്ക് നിന്റെ വെള്ളരിക്ക പോലെയുള്ള കൈതാ, അതു മതി എനിക്ക്. ആ പ്രേതം മീൻ വാങ്ങിയ കൈ തന്നെ ആ കൈ വെട്ടിക്കളഞ്ഞു. വെള്ളരിക്ക കഴിക്കുന്ന പോലെ അവൾ കഴിക്കാൻ തുടങ്ങി. കമല പേടിച്ച് അവിടെ തന്നെ വീണ് കിടന്നു. ഇന്ന് എന്റെ കോട്ട കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ബാക്കിയുള്ള മീനുകളെ നാളെ വിൽക്കാം. ഇപ്പോൾ ചുടുകാട്ടിലേക്ക് പോയി ഉറങ്ങാം. കമലയുടെ കയ്യ് നല്ല രുചിയുണ്ട്. ആ മീൻ വെക്കുന്ന പ്രേതത്തിന്റെ ശല്യം കൊണ്ട് നാട്ടുകാർ അവിടുന്ന് ഒരു തീരുമാനമെടുത്തു. കാളി അമ്പലത്തിലേക്ക് അവർ പോകാൻ തുടങ്ങി. ദൈവത്തിന്റെ അടുത്തുനിന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാളിയമ്മേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ ആ പ്രേതത്തിന്റെ അടുത്തുനിന്ന്. അതെ കാളി, ആ പ്രേതം മീൻകാരി ഞങ്ങളെ വല്ലാതെ പേടിപ്പിക്കുന്നു. ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണം കാളിയമ്മേ. ആ അമ്പലത്തിൽ ഒരു അത്ഭുതം നടന്നിരുന്നു. ജനങ്ങൾക്ക് ആ കാളിയമ്മയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവര് തന്റെ ഭക്തരെടുത്ത് പറയാൻ തുടങ്ങി, എന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ യാതൊരു വിധത്തിലും വിഷമിക്കേണ്ട. ഞാൻ ആ പ്രേതത്തിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും എങ്ങനെയെങ്കിലും ആ പ്രേതത്തിനെ സംസാരിച്ച് പറ്റിച്ച് ഈ ക്ഷേത്രത്തിന്റെ സന്നിധാനം വരെ കൊണ്ടുവന്നാൽ മതി. അതു മതി. പിന്നെ ആ പ്രേതത്തിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് എന്റെ കർമ്മമാണ്. ഗ്രാമത്തിലുള്ള ആൾക്കാർ കാളിയമ്മന്റെ അടുത്ത് എല്ലാം ചോദിക്കാൻ തുടങ്ങി. അതേ നാട്ടുകാര് അവിടെ തന്നെ ഇരുന്ന് ആലോചിക്കാനും തുടങ്ങി. അതായത് ആ പ്രേതത്തിനെ എങ്ങനെ കാളിയമ്മന്റെ അടുത്ത് കൊണ്ടുപോകുമെന്ന്. കാരണം ഏതൊരു പ്രേതവും കാളിയമ്മന്റെ അമ്പലത്തിന്റെ അകത്തേക്ക് വരാൻ ശ്രമിക്കില്ല. എല്ലാരും അവരവരുടെ ആയിട്ട് ഒരു തീരുമാനം പറയാൻ തുടങ്ങി. പ്രേതത്തിനെ കാളിയമ്മന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് കയറെടുത്ത് നമ്മൾ തന്നെ തൂങ്ങുന്നതാണ്. ആ പ്രേതം നമ്മളെ പേടിപ്പിക്കുകയാണ്. നമ്മൾ എങ്ങനെ അതിനെ പറ്റിക്കാൻ പറ്റും? എനിക്കൊരു ആലോചന തോന്നുന്നുണ്ട്. നമുക്ക് പെണ്ണ് പോലുള്ള ഒരു ബൊമ്മയുണ്ടാക്കി, അതുപോലെ ബൊമ്മ തുണിക്കടയിലുണ്ടാവും. അതിന് പെണ്ണിന്റെ ഡ്രസ് ഇട്ട് ആ ബൊമ്മയെ നമുക്ക് റിമോട്ട് കൺട്രോളോട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് എന്ത് നടക്കും? അതായത് ഇതിന് ശേഷം എന്ത് നടക്കുന്ന ചോദിക്കുന്നത്. നമുക്ക് ആ പെൺബൊമ്മയെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിർപ്പിക്കാം. പേടിക്കണ്ട. ആ പ്രേതം മീൻ വിൽക്കാൻ വരുമ്പോൾ നമ്മൾ ആ റിമോട്ട് വെച്ച് ആ ബൊമ്മയെ അവിടുന്ന് ഓടിപ്പിക്കാം. പ്രേതം ആ ബൊമ്മേനടുത്ത് മീൻ വിൽക്കാൻ വേണ്ടി അവളുടെ പിന്നാലെ തന്നെ ഓടും. പ്രേതം ആ ബൊമ്മേനടുത്ത് ചോദ്യം ചോദിച്ചാൽ ആര് ഉത്തരം പറയും? ഞാൻ ചോദിച്ചത് ശരിയല്ലേ? ആരടുത്ത് റിമോട്ട് കൺട്രോൾ ഉണ്ടോ അവര് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ആ ബൊമ്മേനുള്ള മെഷീൻ അതിന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ മാറ്റണം. ഇതായി മനസ്സിലായോ? എങ്ങനെയെങ്കിലും ആ കാളിയമ്മന്റെ അടുത്ത് നമ്മൾ അതിനെ കൊണ്ടുവരണം. കാളിയമ്മ പ്രേതത്തിന്റെ കഥ തീർക്കും. ഞങ്ങളുടെ ആലോചന നിങ്ങൾക്കെല്ലാം ഓക്കെ അല്ലേ? ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്.
വരൂ, മാർക്കറ്റിൽ പോയിട്ട് ഒരു പെണ്ണൂർവത്തുള്ള ബൊമ്മനെ വാങ്ങിക്കാം. ആ വരൂ വരൂ, വേഗം പോവാം. ഗ്രാമത്തെ ആൾക്കാർ അവർ വിചാരിച്ച പോലെ ഒരു ബൊമ്മനെ അവർ കൊണ്ടുവന്നു. ഏതോ ഒരു വീട്ടിലാണ് അവർ പുറത്തു വച്ചിരിക്കുന്നത്. പിന്നെ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് ഒളിഞ്ഞിരുന്ന് കാണുമായിരുന്നു. വേറൊരാള് ബൊമ്മന്റെ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. ആ പ്രേത മീൻകാരി ഗ്രാമത്തെ ആൾക്കാർ എന്താണ് വിചാരിക്കുന്നത് പോലും അറിയാതെ അവൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രേത മീൻകാരി ആ ബൊമ്മേന്റെ അടുത്ത് എത്തി. മീന് വാങ്ങിച്ചോളൂ, കയപ്പുള്ള മീന്, വിഷമുള്ള മീന്. അല്ലയോ മീനുകാരി, ഒന്നിവിടെ വരൂ. ഇന്ന് ഞാൻ നിന്റെ കയ്യിലുള്ള എല്ലാ മീനും വാങ്ങിക്കാൻ പോകുന്നു. അല്ല, ഇന്നിവൾക്ക് എന്തു പറ്റി? അവൾ തന്നെ എന്നെ അടുത്തേക്ക് വിളിക്കുന്നു. പോകാം, ഇതും കൊള്ളാം. പ്രേതം ആ മീൻകൂടെ എടുത്തിട്ട് ആ ബൊമ്മേന്റെ അടുത്ത് എത്താൻ തുടങ്ങി. ഉടനെ തന്നെ ആ പെൺബൊമ്മ അവിടുന്ന് ഓടാൻ തുടങ്ങി. ഗ്രാമത്തെ ആൾക്കാര് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് അവര് റിമോട്ട് കൺട്രോളായിരുന്നു കൺട്രോൾ ചെയ്തോണ്ടിരുന്നത്. ആ പ്രേതം ഓടിക്കൊണ്ട് തന്നെ അവൾ പറയാൻ തുടങ്ങി. അല്ല, എവിടേക്കാണ് ഓടുന്നത്? നീയല്ലേ എന്നെ വിളിച്ചത്? എന്റെ വീട് കുറച്ച് ദൂരെയാണ്. പെട്ടെന്ന് വാ, നിന്റെ കയ്യിൽ നിന്നും നെത്തിലി മീന്, കണവ മീന്, ചൂര മീന് എല്ലാം ഞാൻ വാങ്ങിക്കാം. എന്റെ കയ്യിൽ എല്ലാ മീനുമുണ്ട്. ഒന്ന് നിന്ന് സംസാരിക്ക്. നിൽക്ക്, ഇതിനു മുകളിൽ ഓടില്ല. നോക്ക്, എന്റെ വീട് വന്നിരിക്കുന്നു. നിന്റെ വീടോ? ഇവിടെ ഒരു വീടുമില്ലല്ലോ. ദാ കാണുന്നില്ലേ കാളിമാതാവിന്റെ ക്ഷേത്രം? അമ്പലം കണ്ടതോടനെ പ്രേതം പേടിക്കാൻ തുടങ്ങി. അവൾ പേടിച്ച് അവിടുന്ന് ഓടാൻ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് അവിടുന്ന് ഓടാൻ പറ്റിയില്ല. കാരണം നാലു ചുറ്റും തീ കൊണ്ട് കാളിയമ്മ വളച്ചിട്ടു. അതേസമയം ഗ്രാമത്തിലുള്ള ആൾക്കാരും അവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രേതത്തിന് അതിനെന്താണ് മനസ്സിലായി. പിന്നെ അവൾ ബഹളം വെക്കാൻ തുടങ്ങി. പറ്റിച്ചിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചിരിക്കുന്നു. ഇത് പറ്റിച്ചതല്ല, കാളിമാതാവിന്റെ ഉത്തരവാണ്. കാളിമാതാവിന്റെ ഉത്തരവോ? അതെ, ഇത് എന്റെ ഉത്തരവാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? നിന്നെ നശിപ്പിക്കാനാണ് പ്രേതമേ. നീ മീനിന് പകരം മരണമാണ് വിൽക്കുന്നത്. അതുകൊണ്ട് നിന്നെ നശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കത്തിച്ച് നശിപ്പിക്കും. വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട, ഞാൻ ഇനി ഇവിടെ മീന് വിൽക്കില്ല. ഞാൻ തിരിച്ച് ചുടുകാട്ടിലേക്ക് തന്നെ പോകാം. പ്രേത മീൻകാരി, നിന്നോടിനി ഒരു വിധത്തിലും നാം ക്ഷമിക്കില്ല. വേണ്ട, എന്നെ വിശ്വസിക്കൂ. ആർക്കും ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നീ നേരത്തെ തന്നെ കമലയെ കൊന്നുകളഞ്ഞു, അരുണിന്റെ കാൽ വെട്ടിക്കളഞ്ഞു. പിന്നെ നീ കാരണം എത്ര പാവപ്പെട്ട ജനങ്ങളാണ് ബാധിക്കപ്പെട്ടതെന്ന് അറിയാമോ? അതിനുള്ള ശിക്ഷ നീ തീർച്ചയായും അനുഭവിക്കണം. ഞാൻ നിന്റെ ഈ ജീവിതം നശിപ്പിക്കാൻ പോകുന്നു. പ്രേതത്തിന് ചുറ്റിയിരുന്ന തീ അത് ആളി കത്താൻ തുടങ്ങി. അതേ സമയത്തിൽ ആ പ്രേതവും ആ മീനും എല്ലാം ഭസ്മമായി തുടങ്ങി. അതേ സമയത്ത് ഗ്രാമത്തെ ജനങ്ങളെല്ലാം സന്തോഷത്തിലായിരുന്നു. കാളിയമ്മയ്ക്ക് വിജയിക്കട്ടെ എന്നവർ പറയാൻ തുടങ്ങി.